السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ ഇൽമു പഠിക്കാൻ ഇത്തരത്തിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതൊക്കെ നേടിയെടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഇൽമിന്റെ സദസ്സിന് അല്ലാഹു അതിന്റെ കുറവുകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അൽ ഉസൂൽ അൽ-സലാസ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ്. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പൂർത്തിയായി, അൽഹംദുലില്ലാഹ്. അതിൽ നമ്മുടെ ഖബറിലെ 3 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത, അനിവാര്യമായി നമ്മൾ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിരിക്കണം. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനായ ഓരോരുത്തരും നാളെ ഖബറിൽ അവർ അഭിസംബോധന ചെയ്യേണ്ട, അതല്ലെങ്കിൽ അവർ കണ്ടുമുട്ടേണ്ട 3 ചോദ്യങ്ങളാണ്. ഇതിൽ ആരും ഒഴിവല്ല, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. ഖബർ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഖബർ ഒരു ഇടുക്കും മനുഷ്യൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് ആരെങ്കിലും ഒഴിവാകുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒഴിവാകുമായിരുന്നു. അദ്ദേഹം പോലും ഒഴിവായിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മരണവാർത്ത കാരണം അല്ലാഹുവിന്റെ അർശ് വരെ കുലുങ്ങിയെന്നാണ്. ആ സഹാബി പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ തീർച്ചയായും ദുനിയാവിൽ മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവരും ഖബറിൽ നേരിടേണ്ടിയിരിക്കുന്ന 3 ചോദ്യങ്ങളാണ് ഇത്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. നമ്മൾ ഷെയ്ഖ് കിതാബിൽ വളരെ രസകരമായി ഒരു മനുഷ്യനോട് ചോദിക്കുന്ന രൂപത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ, എപ്പോഴും വിദ്യാർത്ഥികളുടെ മനസ്സിനെ ഇൽമിൽ പാകപ്പെടുത്താനുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി, അതായത് അവരുടെ ചോദ്യ രൂപത്തിൽ ചോദിക്കുകയും എന്നിട്ട് അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അത് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. ആ രീതിയിലാണ് ഷെയ്ഖ് കിതാബിൽ നമ്മോട് പറയുന്നത്. പക്ഷെ ആദ്യമായി പറഞ്ഞിട്ടുള്ളത് മൽ ഉസൂൽ അസ്സലാസ, ഏതാണ് ഈ 3 അടിസ്ഥാന കാര്യങ്ങൾ? എന്താണ് ഈ 3 അടിസ്ഥാന കാര്യങ്ങൾ? അല്ലതി യജിബു അലൽ ഇൻസാനി മഅരിഫതുഹാ, ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 3 അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് 3 കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാം. ഫഖുൽ, ഇങ്ങനെ നിന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചോദിക്കാൻ, എന്താണ് ദുനിയാവിൽ മനുഷ്യൻ പാലിക്കേണ്ട 3 അടിസ്ഥാന കാര്യങ്ങൾ എന്നൊരാൾ ചോദിച്ചാൽ ഫഖുൽ, അപ്പോൾ നീ മറുപടി പറയണം. 1, മഅരിഫത്തുൽ അബ്ദി റബ്ബ, ഓരോ അടിമയും തൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം, റബ്ബിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത്. രണ്ടാമത്തത് വമഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാർഗനിർദ്ദേശം നൽകുന്നതിനോട് നിയോഗിച്ചിട്ടുള്ള പ്രവാചകനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. 2 1 അള്ളാഹിനെ സംബന്ധിച്ച്, 2 അള്ളാഹുവിൻ്റെ പ്രവാചകനെ സംബന്ധിച്ച്. 3 വമഅരിഫത്തു ദീനിഹി, അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് അറിയണം. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യന് ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ജീവിത രേഖ. എങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്, അതനുസരിച്ച് ജീവിക്കാനുള്ള മാർഗനിർദ്ദേശം, ഇതാണ് ദീൻ. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ അറിഞ്ഞിരിക്കുന്ന നിർബന്ധം. എന്തുകൊണ്ട്? നാളെ ഖബറിൽ ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മോട് ചോദിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ വളരെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാള് ദഫൻ ചെയ്യപ്പെട്ടു. മയ്യത്തിന് മരിച്ചതിന് ശേഷം കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ ദഫൻ ചെയ്യും. ഖബറടക്കിയതിന് ശേഷം എല്ലാവരും തിരിഞ്ഞു പോയി ഇല്ലേ, ഒരു സമയം വരെ അവിടെ നിൽക്കും, പിന്നെ എല്ലാവരും തിരിഞ്ഞു പോയി. അങ്ങനെ എല്ലാവരും തിരിച്ചുപോയി. ആ സമയത്ത് അത്താഹു മലക്കാനി, റസൂലുള്ളാഹി പറയാൻ, 2 മലക്കുകൾ ആ മനുഷ്യനടുക്കിലേക്ക് വരും, ഖബറിലേക്ക്. എന്നിട്ട് 2 മലക്കുകളും അവനെ പിടിച്ചവിടെ ഇരുത്തും. ഫസഅലഹു, എന്നിട്ട് 2 മലക്കുകൾ അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യമാണ് ഈ പറയപ്പെട്ട കാര്യം. അപ്പൊ അവരുടെ മറുപടി പറയണമെങ്കിൽ ദുനിയാവിൽ നമ്മളതിനെ സംബന്ധിച്ച് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നമ്മൾ തന്നെ സ്വന്തം ഒന്ന് മനസ്സിലെത്തി ആലോചിച്ചാൽ മതി. ഈ 3 ചോദ്യത്തിന് ദുനിയാവിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടിയാ? ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ അള്ളാഹു? എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അള്ളാഹിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരാളോട്? അതേപോലെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ചോദിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം റസൂലിനെ സംബന്ധിച്ച്, റസൂലിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച്, റസൂലിൻ്റെ മറ്റുള്ള സ്വഭാവ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ച്, റസൂലുള്ളാഹിയുടെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. അതൊക്കെ നമ്മൾ സ്വന്തം വിലയിരുത്തേണ്ടതാണ്. അതേപോലെ ദീനിനെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ദീനിൻ്റെ നിയമങ്ങൾ വരെ ചോദിക്കപ്പെട്ടാൽ എത്ര ആൾക്കാർക്ക് വ്യക്തമായി മറുപടി പറയാൻ സാധിക്കും? ഇപ്പം നമ്മൾ സ്വന്തം ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ഒരു വിചാരണ ചെയ്യുക. ഹാസിബു ഖബല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തം ഒന്ന് വിചാരണ ചെയ്യുക. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ആ മലക്കൾ പിടിച്ചിരുത്തിയിട്ട് ഫസഅലഹു, അവനോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ഒന്നാമത്തെ ചോദ്യം. വമാ ദീനുക, രണ്ടാമത്തെ ചോദ്യം, നിന്റെ ദീൻ ഏതാണ്? ദീൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നീ ജീവിക്കാൻ തിരഞ്ഞെടുത്ത ജീവിത രീതി അതേതാണ്? വമൻ നബിയുക, മൂന്നാമത്തെ ചോദ്യം, നിന്റെ നബി ആരാണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഅമ്മൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിനായ മനുഷ്യൻ ഈ കാര്യങ്ങൾ ദുനിയാവിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത മുഅ്മിനായ മനുഷ്യൻ ഫയഖൂലു, അവൻ പറയും, റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, വദീനിയൽ ഇസ്ലാം, ദീന ഇസ്ലാമാണ് എൻ്റെ ദീൻ, എൻ്റെ മതം, വനബിയ്യി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവിതത്തിൻ്റെ നായകൻ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ഈ 3 മറുപടി ആര് പറയും? മുഅ്മിനീങ്ങൾ പറയും. അതായത് ദുനിയാവിൽ ഇത് പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്ത ജീവിതത്തിൽ ഉൾക്കൊണ്ട മനുഷ്യൻ നാളെ ഖബർ ഇതിന് മറുപടി പറയും. വഅമ്മൽ മുർതാബ്, മുർതാബ് എന്ന് പറഞ്ഞാൽ സംശയിക്കുന്നതാണ്, ഒന്നും പഠിച്ചിട്ടില്ല, റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ പോലെ പറയില്ല. അതല്ലെങ്കിൽ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ മഴ പെയ്യിപ്പിക്കുന്ന ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖാണ്, ഇന്ന വലിയാണ് എന്ന മൂഢമായ വിശ്വാസത്തിൽ കഴിയുന്നവർ, ജാഹിലുകൾ, വിഡ്ഢികൾ, അങ്ങനെയുള്ളവർ. അവിൽ മുനാഫിഖ്, അല്ലെങ്കിൽ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിം ആയിരിക്കും, പേരുകൊണ്ട് മുസ്ലിം ആയിരിക്കും, അതല്ലെങ്കിൽ മുസ്ലിമിന്റെ ചില അലാമാത്തുകൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും, പക്ഷെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ആരാണ് റബ്ബെന്ന് പോലും, അതല്ലെങ്കിൽ ഒരു നേരത്തെ നിസ്കാരമോ ഒന്നുമില്ലാത്ത ആൾ, അതാണ് മുനാഫിഖ് എന്ന് പറയും, കപടന്മാർ. ഫയഖൂലു, അങ്ങനെയുള്ള ആൾക്കാർ പറയും, ഹാ ഹാ എന്ന് ശബ്ദം ഉണ്ടാക്കും. മലക്കൾ ചോദിക്കുമ്പോൾ ഹാ ഹാ എന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കും ഖബറിൽ. ലാ അദ്രി, എന്ന് പറയും, എനിക്കറിയില്ല. സമിഅ്തു നാസ യഖൂലു, ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുറെ പ്രാസംഗികന്മാരും കുറെ ഖതീബുമാരും അതേപോലത്തെ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ക്ലാസ്സിലും ഖുത്ബയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നബിയുണ്ട്, റസൂലുണ്ട്, ദീനുണ്ട്, ദീനെ ജീവിക്കണം, അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അവരെന്താണോ പറയുന്നത് അത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഇതൊക്കെ ആരാണെന്നോ ഇതൊക്കെ എന്താണെന്നോ എനിക്കറിയില്ല എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകൾ അവരുടെ കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് ആ മനുഷ്യനെ അടിക്കും. ആ അടിയുടെ ആഘാതത്തിൽ മനുഷ്യൻ 7 ഭൂമിയുടെ അടിയിലേക്ക് പതിക്കും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും അടിക്കും. അത് ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും. സഹീഹായ ഹദീസാണ്. അതുകൂടെ റസൂലുള്ളാഹി ഇങ്ങനെയും പറഞ്ഞു, ആ അടി കിട്ടുന്ന സമയം മനുഷ്യൻ ഖബറിൽ അട്ടഹസിക്കും. ആ അട്ടഹാസം മനുഷ്യനും ജിന്നുമല്ലാത്ത
ഭൂമി ലോകത്തുള്ള മറ്റുള്ള ജന്തുജാലങ്ങൾ അത് കേൾക്കും, അവർക്കത് അറിയാൻ സാധിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഥവാ മനുഷ്യനങ്ങാനും ആ ശബ്ദം കേൾക്കാൻ ഇടവന്നാൽ ലസഇഖ, ആ മനുഷ്യൻ ബോധം കെട്ടു വീഴും, അതിന് താങ്ങാൻ പറ്റൂല. ഇതൊരു യാഥാർത്ഥ്യങ്ങളാണ്, നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, പലരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കെട്ടുകഥകളോ അല്ലെങ്കിൽ നോവലുകളോ അല്ല, വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ തിരിച്ചറിയണം. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് മൂപ്പർ പറയാണ് ഫഖുൽ, ഈ 3 കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ നീ പറയണം. 1, മഅരിഫത്തുൽ അബ്ദി റബ്ബ, ഓരോ മനുഷ്യനും ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തരും തന്റെ റബ്ബിനെ സംബന്ധിച്ച് അറിയണം. ആരാണ് റബ്ബ്? എന്താണ് റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റബ്ബ് എന്ന് പറയുക. 1, അൽ ഖാലിഖ്, ഖാലിഖായിരിക്കണം, ഒരു കാര്യത്തെ സൃഷ്ടിച്ചവനായിരിക്കണം. 2, അൽ മാലിക്, മാലിക് എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിച്ച കാര്യത്തെ ഉടമപ്പെടുത്തുന്നവനായിരിക്കണം. 3, അൽ മുദബ്ബിർ, മുദബ്ബിർ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തിയ വസ്തുവിനെ കൈകാര്യം ചെയ്യുന്നവനായിരിക്കണം. ഈ 3 ഗുണങ്ങളുള്ളവർക്കാണ് റബ്ബ് എന്ന് പറയുക. 1 ഖാലിഖായിരിക്കണം, 2 മാലിക്കായിരിക്കണം, 3 മുദബ്ബിറായിരിക്കണം. സൃഷ്ടിച്ചവൻ, സൃഷ്ടിച്ച് ഉടമപ്പെടുത്തിയവൻ, അതേപോലെ നമ്മളെ നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ മുദബ്ബിർ. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടവനാണ് റബ്ബ് എന്ന് പറയുക. ഇതല്ലാത്തവന് റബ്ബ് എന്ന് പറയുക. അപ്പൊ ദുനിയാവില് വിവരമില്ലാത്തവർ, അതാരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, റബ്ബിന്റെ ഈ റബ്ബ് എന്ന ഗുണം മറ്റൊരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വിഡിത്തമാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നമ്മളെ ഉടമപ്പെടുത്തിയതും അല്ലാഹുവാണ്, നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മളെ കൈകാര്യം ചെയ്യുന്നതും അല്ലാഹുവാണ്. അപ്പൊ ഈ ഗുണങ്ങൾ ആർക്കാണോ ഉള്ളത് അവൻ മാത്രമേ റബ്ബാവും. അല്ലാഹു അല്ലാത്ത മറ്റൊരു റബ്ബ് ദുനിയാവിലില്ല, അല്ലേ? സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങളെയും ഭൂമികളെയും ഗോളങ്ങളെയും ഈ സകലമാന ലോകങ്ങളെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അല്ലാഹു മാത്രമാണ്. അതാണ് അല്ലാഹുവിന്റെ റബ്ബ് എന്ന് പറയുന്നത്. അതൊക്കെ പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് റബ്ബ്. ആ റബ്ബിനെ സംബന്ധിച്ചാണ്, അള്ളാഹിനെ സംബന്ധിച്ചറിയാൻ എന്താണ് അള്ളാഹിനെ സംബന്ധിച്ച് അറിയേണ്ടത്? 3 കാര്യങ്ങളാണ് അള്ളാഹിനെ സംബന്ധിച്ച് അറിയേണ്ടത്. 3 കാര്യങ്ങൾ. 1, റുബൂബിയ്യത്തും, അള്ളാഹിന്റെ റുബൂബിയ്യത്ത്. 2, ഉലൂഹിയ്യത്തും, അള്ളാഹിന്റെ ഉലൂഹിയ്യത്ത്. 3, അസ്മാഉ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് അറിയാന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ നൽകുന്നവൻ, മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹുവാണ്. അതേപോലെ നമുക്ക് വെള്ളം നൽകുന്നത് അല്ലാഹുവാണ്, ജീവിക്കാനുള്ള വായു നൽകുന്നത് അല്ലാഹുവാണ്, ആരോഗ്യം നൽകുന്നതും മക്കളെ നൽകുന്നതും കച്ചവടത്തിൽ ലാഭം നൽകുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ നമുക്ക് നൽകുന്നത് അല്ലാഹുവാണ്. ഇതാണ് റുബൂബിയ്യത്തുള്ള വിശ്വാസം. അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ. രോഗം നൽകുന്നത് അല്ലാഹുവാണ്, രോഗം ശിഫയാക്കുന്നത് അല്ലാഹു മാത്രമാണ്, കച്ചവടത്തിൽ ലാഭം തരുന്നത് അല്ലാഹു മാത്രമാണ്, കച്ചവടത്തിൽ നഷ്ടം തരുന്നതും അല്ലാഹു മാത്രമാണ്, മക്കളെ തരുന്നതും തരാതിരിക്കുന്നതും അല്ലാഹു മാത്രമാണ്. ഇതാണ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു വകവെച്ചു കൊടുക്കും. രണ്ടാമത്തത് ഉലൂഹിയത്ത്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അല്ലാഹു മാത്രമായതുകൊണ്ട് തന്നെ ഞാൻ ആരാധിക്കുന്നതും അല്ലാഹു മാത്രമായിരിക്കും, അല്ലേ? അതാണ് ഇബാദത്തിന് അവൻ അല്ലാഹു മാത്രമാണ്. എന്തുകൊണ്ട്? അല്ലാഹു റബ്ബായതുകൊണ്ട്. കാരണം അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചതും ഉടമപ്പെടുത്തിയതും നമ്മളെ നിയന്ത്രിക്കുന്നതും. 3ാമത്തെ കാര്യം അൽ അസ്മാഉ വസ്സിഫാത്ത്. ഇതൊക്കെ നമ്മൾ ആരാധിക്കുന്ന അല്ലാഹുവിനെ ആയതുകൊണ്ട് അല്ലാഹുവിൻ്റെതായ പേരുകൾ, അല്ലാഹുവിൻ്റെതായ ഗുണവിശേഷണങ്ങൾ അത് അല്ലാഹ്ക്ക് മാത്രമാണ്. അല്ലാഹ് കാണുന്നത് പോലെ മറ്റൊരാൾ കാണൂല, അല്ലാഹ് കേൾക്കുന്നത് പോലെ മറ്റൊരാൾ കേൾക്കൂല, അല്ലാഹു ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യൂല. ഇതൊക്കെ അല്ലാഹ്ക്ക് മാത്രം. അതിനാണ് അൽ അസ്മാഉ വസ്സിഫാത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കുക. ഇത് 3 അല്ലാഹ്ക്ക് വകവെച്ചു കൊടുക്കണം. അതാണ് 1ാമത്തെ കാര്യം. ഇതിന്റെ കൂടെ പണ്ഡിതന്മാരെ ചേർത്ത് കൊണ്ട് മറ്റൊരു കാര്യം വുജൂദിയത്തുള്ള അള്ളാഹുന്റെ വുജൂദിയത്ത്. അതായത് അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കണം, അല്ലെ? അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ച ആൾക്കാർക്കല്ലേ തുറന്നു വരുന്ന കാര്യം അംഗീകരിക്കാൻ പറ്റും.
ഇനി ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഇല്ല, ദൈവങ്ങളില്ല, മതങ്ങളില്ല എന്ന് പറയുന്ന ഒരുപാട് ആശയങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതും കൂടി പണ്ഡിതന്മാർ ചേർത്ത് വന്നിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കണം. ഉജൂദിയത്തു എന്നാൽ അങ്ങനെ അള്ളാഹു ഉണ്ട് എന്നതിനെ തിരിച്ചറിയാൻ ഇങ്ങനെ മനസ്സിലാക്കാം. അള്ളാഹു ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അള്ളാഹു ഉണ്ട് രണ്ട് കാരണത്തിലൂടെ അറിയാൻ പറ്റും. രണ്ട് കാര്യത്തിലൂടെ. ഒന്ന് അൽ ആയാത്തുൽ കൗനിയ, രണ്ട് അൽ ആയാത്തുൽ ശർഇയ്യ. ആയാത്തുൽ കൗനിയ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റും. കാരണം ഈ പള്ളി ഒരാൾ ഉണ്ടാക്കിയതാണ് അല്ലേ? ഇതിൻ്റെ പിന്നിൽ നിർമ്മാതാവുണ്ട്. ഈ ഫോണ് പിറകിൽ നിർമ്മാതാവുണ്ട്. ഇത് കൊടുന്നനെ ഉണ്ടായി വീണതല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം അതും വെറുതെ ഉണ്ടായതല്ല. അതിൻ്റെ പിറകിലും ഒരു ഖാലിഖുണ്ട്, ഒരു സത്താവുണ്ട്. അതാണ് ആയത്തുൽ കൗനിയ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് മനുഷ്യന് ഇതിന്റെ പിറകിൽ ഒരു റബ്ബുണ്ട്, ഒരു ഖാലിഖുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിലൊരുപാട് തെളിവുകൾ പരിശുദ്ധ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? എങ്ങനെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ? മരുഭൂമിക്ക് അനുയോജ്യമായ രൂപത്തിൽ, ആ കാലാവസ്ഥ അനുയോജ്യമായ രൂപത്തിൽ അവിടെ സഞ്ചരിക്കാനും അവിടെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഇനി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മാസങ്ങളോളം ജീവിക്കാനും യോഗ്യമായ രൂപത്തിൽ അല്ലാഹു ഒട്ടകങ്ങൾ സൃഷ്ടിച്ചു. അല്ലാഹു ചോദിക്കുന്നു അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത്. അല്ല, അതുപോലെ തന്നെ ചില ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂൽ സലാത്ത് എന്ന് പറയുന്ന കിതാബിന്റെ ഷർഹിൽ സംഭവം വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കരടി ഉണ്ടല്ലോ, കരടി, ആ കരടി തൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞുങ്ങൾ ആ തള്ളയെടുത്ത് നിൽക്കൂല, പെട്ടെന്ന് ഓടിപ്പോകും. പിന്നെ കുറേ കഴിഞ്ഞ് തിരിച്ചു വരും. അതിന് കാരണം പറയുന്നത് എന്താ വെച്ചാൽ, ഈ കരടി കുഞ്ഞുങ്ങൾ പ്രസവിച്ചതിന് ശേഷം അതിന് നാവ് കൊണ്ട് നക്കും. നമ്മൾ കണ്ടിട്ടില്ല പശുക്കളൊക്കെ നാവ് കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കുന്ന കുട്ടികൾ പ്രസവിച്ച ഉടനെ തന്നെ. അതേപോലെ ഈ കരടിയും ചെയ്യും. പക്ഷെ കരടിയുടെ നാവ് നമ്മളെപ്പോലെ മൃദുലമായതല്ല, കഠിനമായതാണ്. അത് ഈ കുട്ടിക്ക് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ഈ കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ അമ്മയിൽ നിന്നും ഓടി മാറും. ഇങ്ങനെ ആലോചിച്ച് നോക്കണം, ഈ പ്രസവിച്ച കുട്ടിക്ക് ആ നിർദ്ദേശം നൽകിയത് ആരാ? അതേപോലെ തന്നെ ഒരു തള്ളക്കോഴി ഇന്ന് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അവർ ആ തള്ളക്കോഴി മുമ്പിൽ നടക്കും. തീറ്റ കുട്ടികൾ വിട്ടുകൊടുക്കുന്നതിന് മുമ്പിൽ നടക്കും. ഒരു പരുന്തിന്റെ ശബ്ദം കേട്ടാൽ, അതല്ലെങ്കിൽ വിദൂരത്തിൽ പൂച്ചയോ പട്ടിയുടെ ശബ്ദം കേട്ടാൽ ആ തള്ളക്കോഴി ഒരുതരം ശബ്ദം പുറപ്പെടുകയും രണ്ട് ചിറകുകളും തുറന്നു കൊടുക്കും. നാനാഭാഗത്തും അദ്ദേഹം കുഞ്ഞിക്കോഴികൾ ഓടി വന്ന് ചിറകിനോട് ഒളിക്കും. ഇതാര് പഠിപ്പിച്ചു കൊടുത്ത കുട്ടിക്കോഴി? ആര് പഠിപ്പിച്ചു കൊടുത്തത്? അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു ഓരോ സമയമനുസരിച്ച് അതുകൾക്ക് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തു കൊടുക്കും. അതേപോലെ നിങ്ങൾക്ക് ലക്ഷദ്വീപിലൊക്കെ യാത്രകൾ ചെയ്യുമ്പോൾ കപ്പൽ യാത്രകൾ കാണാൻ പറ്റുന്ന അതിസാഹസികമായ ഒരു രംഗങ്ങളുണ്ട്. കപ്പൽ യാത്ര ചെയ്യുന്ന സമയം കടലിന്റെ മധ്യത്തിൽ തിമിംഗലങ്ങൾ അവരെ വായ തുറന്നിങ്ങനെ കിടക്കുന്നത് കാണും. ആ സമയത്ത് പക്ഷികൾ വന്ന് ആ വായയിലുള്ള അതിന്റെ പല്ലിൽ കുടുങ്ങിയിട്ടുള്ള മാംസങ്ങൾ കടിച്ചു തിന്നു. ഞാൻ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ അള്ളാഹുവിന്റെ തർത്തീബാത്തുകളാണ്. കടലിന്റെ മധ്യത്തിൽ പറവകൾക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്ന രീതി. ഈ കടലിലുള്ള മറ്റുള്ള മത്സ്യങ്ങളെ തിന്ന് പല്ലിനടക്കട്ട മാംസങ്ങൾ കുടുങ്ങി ആ തിമിംഗലങ്ങൾ വായു തുറന്ന് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കും. ആ സമയം പക്ഷികൾ വന്ന് അതിന്റെ പല്ല് വൃത്തിയാക്കിയിട്ട് അവർ ഭക്ഷണം കഴിച്ചു പോകും. രണ്ടു കൂട്ടർക്കും റിസ്ക് നൽകുന്നത് അല്ലാഹുവാണ്. ഇതൊക്കെ ആര് നൽകുന്ന പ്രതിഭാസങ്ങളാണ്? അപ്പൊ ഇതിന്റെയൊക്കെ പിറകിൽ ഒരു ഖാലിഖുണ്ട്, ഒരു മുദബ്ബിറുണ്ട്, അതേപോലെ തന്നെ ഒരു മാലിക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും. അതേപോലെ അള്ളാഹു മനുഷ്യന്റെ പ്രസവത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു പരിശുദ്ധ ഖുർആനിൽ. ഒരാണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ടവും ഒരുമിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഗർഭപാത്രത്തിൽ കുട്ടികൾ ഉണ്ടാക്കുന്ന രീതി വളരെ വ്യക്തമായി സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനീനിൽ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ അത്ഭുതങ്ങളാണ്. അത്ര വ്യക്തമായി അള്ളാഹു നിർദ്ദേശം നൽകുമ്പോൾ ഇതിനൊക്കെ സംബന്ധിച്ച് പഠിക്കുന്നവർ, ചിന്തിക്കുന്നവർ തീർച്ചയായും ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരു റബ്ബുണ്ട്, ഖാലിഖുണ്ട്, മാലിക്കുണ്ട് എന്ന് തിരിച്ചറിയും. അതാണ് അൽ ആയാത്തുൽ കൗനിയ എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു, സൂര്യനും ചന്ദ്രനും
അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സൂര്യൻ കുറച്ച് ലേറ്റ് ആവുകയും ചന്ദ്രൻ അതിന് കൂട്ടിമുട്ടുകയും ചെയ്യൂല. അതേപോലെ തന്നെ ചന്ദ്രൻ തിരിച്ചും സൂര്യൻ കൂട്ടിമുട്ടൂല. എല്ലാ ഗോളങ്ങളും അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നും മറ്റൊന്നിനെ കവറയുമില്ല, ഒന്നും മറ്റൊന്ന് കൂട്ടിമുട്ടുകയുമില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഈ നിയന്ത്രണങ്ങൾക്ക് അള്ളാഹു പിൻവലിക്കും. ആ സമയത്ത് ഖിയാമത്ത് ഉണ്ടാകുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴേക്ക് വീഴുന്നു, അതേപോലെ ഗോളങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കും, കടലിൽ തീപിടിക്കും, കടലുകൾ കര കവിഞ്ഞൊഴുകും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമ്പോഴാണ്. അതാണ് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കും, അല്ലെ? ആയാത്തിൽ കൗമിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ. രണ്ടാമത്തത് ആയാത്തുൽ ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും. ഖുർആനിൽ അള്ളാഹു നമ്മെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൂടെ നമുക്ക് അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം, മഅരിഫത്തുൽ അബ്ദി റബ്ബഹ്. അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിനെ ഇപ്പോൾ പഠിക്കണം. അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറഞ്ഞ ദുനിയാവിൽ ജീവിക്കുന്നവർക്ക് നാണക്കേടാണ്. നമ്മളെ ഖാലിഖിനെ അറിയില്ല എങ്കിൽ, നമ്മളെ സൃഷ്ടാവിനെ സംബന്ധിച്ച് അറിയില്ല എങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോണ് ഒരാളോട് ചോദിക്കണം, ആ ഫോൺ ഏത് കമ്പനിയാണ്, നമുക്കതിന് വ്യക്തമായ മറുപടി ഉണ്ടാവൂലേ? നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഖാലിഖും മാലിക്കും മുതലൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ വളരെ മോശമാണ്. അപ്പം അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കണം. രണ്ടാമത്തത് വദീനഹു, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തിലൂടെ നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടുള്ള ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായ രൂപത്തിൽ പഠിച്ചിരിക്കണം. മുമ്പ് ഒരുപാട് ക്ലാസ് സൂചിപ്പിച്ചതാണ്. ഇൽമ് 2 രൂപത്തിലാണ്. ഒന്ന് വാജിബായ ഇൽമ്, 2 മുസ്തഹബായ ഇൽമ്. വാജിബായ ഇൽമ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവരുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഇൽമെങ്കിലും അവർ പഠിച്ചിരിക്കണം. 5 നേരത്തെ നിസ്കാരം അതിനെ സംബന്ധിച്ച് പഠിച്ചിരിക്കണം. നോമ്പ്, സകാത്ത്, ഹജ്ജ്, അവന്റെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ദീനിന്റെ എല്ലാ അഹ്കാമുകളും അറിഞ്ഞിരിക്കണം, അല്ലേ? മനസ്സിലാക്കണ്ടേ? അപ്പൊ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഒരു കച്ചവടം ചെയ്യാൻ പോകണം. ആ കച്ചവടം ചെയ്യുന്ന വസ്തുക്കളെ സംബന്ധിച്ച് അറിവില്ലാത്ത ഒരാൾ കച്ചവടം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ആയിരിക്കും ദീനറിയാതെ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ. നമ്മൾ ചെയ്യുന്ന ആമാലുകൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് വാജിബായ ഇൽമ് എന്ന് പറയുന്നത്. ഇനി അത് വിട്ട് ഇൽമിന്റെ വ്യത്യസ്ത ശാഖകളും ഇൽമിന്റെ മറ്റുള്ള മേഖലകളും അത് പഠിക്കല്ല, അത് മുസ്തഹബാണ്. അതിനുവേണ്ടി ചില ആൾക്കാർക്ക് ഒരുങ്ങിയിരിക്കും. അതായത് പണ്ഡിതന്മാര്, ഇൽമിന്റെ ആൾക്കാർ നമ്മൾ പറയുന്നത്. സാധാരണ ജനങ്ങളെങ്കിലും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് 1ാമത്തെ തശഹുദ് അദ്ദേഹം മറന്നുപോയി. അത് എന്ത് ചെയ്യണം? അത് അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ജീവിതം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ കച്ചവടം ചെയ്യാൻ പോകുന്ന ഒരാൾ കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ ആ കച്ചവടത്തിൽ ഇത് ഹലാലാണോ ഹറാമാണോ, ഇതെന്താണ് ഇസ്ലാമിന്റെ വിധി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഹറാം വെച്ചെന്ന് പഠിക്കും. അപ്പൊ അതിനാണ് വാജിബായ ഇൽമ് എന്ന് പറയാം. അതല്ലാത്ത കൂടുതലായ ഇൽമിന് മുസ്തഹബായ ഇൽമ് എന്നാണ് പറയുക. ഇൽമിന്റെ 2 രൂപങ്ങൾ. മൂന്നാമത്തത് നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ നബി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പഠിക്കണം. ഒരു ദിവസം അബ്ദുൽ ഗനി അൽ മഖ്ദസി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഹിജറ 6ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ദിവസം ഡമസ്കസിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ കൂടെ കടൽ തീരത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അവരൊരു ചർച്ചയാണ്, ക്രിസ്ത്യന്റെ പള്ളിയാണ്. ഇവരാ പള്ളിയിലേക്ക് പോയി, പള്ളി കാണാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കണ്ടു. അവർ തിരിച്ചു വരുന്ന സമയം ഒരു ക്രിസ്തീയ പുരോഹിതൻ ഇവരെ കണ്ടു വഴിയിൽ വെച്ച്. ആ ക്രിസ്തീയ പുരോഹിതൻ ഈ അബ്ദുൽ ഗനി മഖ്ദസിയുടെ അദ്ദേഹം അറിയപ്പെട്ട ഇമാമാണ്, ഒരുപാട് കിതാബുകൾ രചിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, നിങ്ങളുടെ മതം ഏതാണ്? ഇസ്ലാമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രവാചകനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു ആ ക്രിസ്തീയ പുരോഹിതൻ. അബ്ദുൽ ഗനി മഖ്ദസിയുടെ കൂട്ടുകാരൻ റസൂലുള്ളാഹി തങ്ങളുടെ പേര്
ഇത് 6-ാം നൂറ്റാണ്ടിലെ സംഭവമാണ്. റസൂലുള്ളാഹിയുടെ പേര്, ജനനസ്ഥലം, മരിച്ച വഫാത്തായ സ്ഥലം, കുടുംബത്തിൽ ഉപ്പാരെ പേര്, ഉമ്മാരെ പേര്, അങ്ങനെ നമുക്കൊക്കെ അറിയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ആ പുരോഹിത റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പഠിക്കുന്ന മനുഷ്യൻ അത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നില്ല, പ്രയാസപ്പെട്ടു. അങ്ങനെ വിഷമത്തോടെ അദ്ദേഹം തിരിച്ചു നടന്നു. ഈ അബ്ദുൽ ഗനി മഖ്ദസിയോട് പറഞ്ഞു, അദ്ദേഹം റസൂലുള്ളാഹിയെ തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചു, ആ ക്രിസ്തീയ പുരോഹിതൻ. അതിനൊന്നും വ്യക്തമായ മറുപടി പറയാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഈ അബ്ദുൽ ഗനി മഖ്ദസി റഹിമഹുള്ള അദ്ദേഹത്തിന് സങ്കടം തോന്നി. ഒരു മുഅ്മിനിന്റെ അവസ്ഥ, നമ്മൾ ഫോളോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങൾ, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം, നമ്മുടെ ഭക്ഷണ രീതി, വസ്ത്ര രീതി, സംഭാഷണം, കുടുംബജീവിതം, സാമ്പത്തിക മേഖല, എല്ലാത്തിലും നമ്മൾ ഫോളോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷകനായി വരുന്നതും റസൂലുള്ളാഹി തങ്ങൾ. സ്വർഗത്തിൽ ആദ്യമായി തുറക്കുന്നതും നമ്മുടെ സ്വർഗത്തിനെ കൈപിടിച്ച് കയറ്റുന്നതും റസൂലുള്ളാഹി തങ്ങൾ. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരിത്തരുന്നതും റസൂലുള്ളാഹി തങ്ങൾ. പരലോകത്ത് റബ്ബിന്റെ കോടതി നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നതും റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് പോലും നമുക്ക് ആ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് അറിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം, വിഷമം. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന കിതാബ് എഴുതി. ആ കിതാബിന്റെ പേരാണ് മുഖ്തസറു സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന കിതാബ്. അബ്ദുൽ ഗനി മഖ്ദസിയുടെ ഒരു കിതാബാണ്. ആ കിതാബിന്റെ പ്രത്യേകത റസൂലുള്ളാഹി തങ്ങളുടെ വിലാദത്ത് മുതൽ, ജനനം മുതൽ മരണം വരെയുള്ള കാര്യം വളരെ ഷോർട്ടായിട്ട് പറയുന്ന കിതാബാണ്. നമ്മൾ പഠിച്ചിരിക്കണം. ആ കിതാബിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വായിച്ചിരിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ സംഭവം, സീറ, ജനനം മുതൽ മരണം വരെ. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിലെ മനുഷ്യർ അത്തരത്തിൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് അറിവില്ലാത്തതിന്റെ പേരിൽ അത് പഠിക്കാൻ വേണ്ടി കിതാബ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച്, റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പപ്പ, അതിൻ്റെ അപ്പുറം അറിയോ? പണ്ട് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയം അവിടുത്തെ ഒരു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷ ഫിഖ്ഹുൽ ഹദീസ് എന്നാണ് വിഷയം. അതായത് ഒരു ഹദീസിൽ നിന്നും എങ്ങനെ അഹ്കാമുൽ ഇസ്തിൻബാത്ത് ചെയ്യാം, അത് പഠിപ്പിക്കുന്ന വിഷയമാണ്. ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് എങ്ങനെയാണ് നമുക്ക് നിസ്കാരം വാജിബാണെന്ന് കിട്ടുക, അല്ലെങ്കിൽ നിസ്കാരത്തിലെ റുക്കുനാണെന്ന് എങ്ങനെ കിട്ടും, അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഫിഖ്ഹുൽ ഹദീസ് എന്ന് പറയാം. ആ വിഷയത്തിലൊരു ചോദ്യം, 10 മാർക്കിന്റെ ചോദ്യം, ഒറ്റ ചോദ്യമാണ്, ചെറിയ ചോദ്യം, 10 മാർക്കിന് ചോദ്യം. എന്താ പറയുക? നസബൻ നബിയ്യ റഹ്മ, റസൂലുള്ളാഹി തങ്ങളുടെ നസബിനെ സംബന്ധിച്ച് എഴുതുക. നസബ് എന്ന് പറഞ്ഞാൽ ഉപ്പാരെ പേര്, ഉപ്പപ്പാരെ പേര് മേലോട്ട് 25 പേര്. അതിൽ മുത്തഫഖുൻ അലൈഹിയാണ്, അഭിപ്രായ വ്യത്യാസമില്ല. അത് മുതൽ അങ്ങോട്ട് ഇബ്രാഹിം നബി വരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത റസൂലുള്ളാഹി നസബാണ് റസൂലുള്ളാഹിയുടെ ഉപ്പ അബ്ദുള്ള മുതൽ 25 അദ്നാൻ വരെയുള്ള ശൃംഖല, നമ്മുടെ റസൂലുള്ളാഹിയുടെ നസബ്. ആ ചോദ്യം ആർക്കും അറിയില്ല കുട്ടികൾ, കാരണം ഇത് വിഷയത്തിലില്ല. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ വിഷയം പഠിച്ചിട്ടാണല്ലോ പോവാം. കിതാബിലില്ലാണ്ട് ആരും പഠിച്ചിട്ടുമില്ല. ആ 10 മാർക്ക് എല്ലാവർക്കും നഷ്ടമായി. അവസാനം റിസൾട്ട് വന്നു. ആ ഷെയ്ഖ് ക്ലാസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ ചോദ്യത്തിന് ഉത്തരം ആരും എഴുതിയിട്ടില്ല. നിങ്ങളുടെ ദുനിയാവും ആഖിറവും കഷ്ടത്തിലാണ് മക്കളെ, നിങ്ങൾ പഠിച്ചിട്ടൊരു കാര്യമില്ല. റസൂലുള്ളാഹിയുടെ കുടുംബപേര് അറിയാത്തതിൽ ആ ഷെയ്ഖ് നമ്മൾ ആക്ഷേപം. അതിനുശേഷം എല്ലാ പരീക്ഷയും ആ ചോദ്യം വന്നിട്ടുമുണ്ട്, എല്ലാ കുട്ടികളും ഉത്തരം എഴുതിയിട്ടുമുണ്ട്. അതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരിക്കണം. ഒന്നുമില്ലെങ്കിൽ റസൂലുള്ളാഹിയെ ഒരു 5 തലമുറയുടെ പേരെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം റസൂലുള്ളാഹിനെ സംബന്ധിച്ച്. അതേപോലെ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ സംബന്ധിച്ച്, റസൂലുള്ളാഹിക്ക് എത്ര ഭാര്യമാരുണ്ട് പറയാൻ പറ്റില്ല. റസൂലുള്ളാഹിക്ക് എത്ര ഭാര്യമാരുണ്ട്? 11 ഭാര്യമാരുണ്ട്. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ ഖദീജ ബിബി അടക്കം 11 ഭാര്യമാർ റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. ഒരു ക്ലാസ്സിൽ ഇതേപോലെ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരാളിനോട് ചോദിച്ച ചോദ്യം, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ സംബന്ധിച്ചൊക്കെ പറയണം, അതൊക്കെ മോശമല്ലേ? നമ്മുടെ കാലഘട്ടം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവൃത്തിയെ സംബന്ധിച്ചത് മോശമല്ലേ എന്ന് പറയാൻ ഒരു സലഫി എന്ന് പറയപ്പെടുന്ന മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ ഒന്നല്ലാതെ വേറെന്ത് പറയാം. പിന്നെ റസൂലുള്ളാഹിയുടെ മക്കളെ സംബന്ധിച്ച്, റസൂലുള്ളാഹിയുടെ മക്കളുണ്ട്,
റസൂലുള്ളാഹിക്ക് എത്ര മക്കളുണ്ട്? 7 ആണ്ട്. എത്ര ആണ് എത്ര പെണ്ണ്? 3 ആണും 4 പെണ്ണ്. ബാറക്കല്ലാഹു ഫീക്. റസൂലുള്ളാഹിക്ക് എത്ര അങ്കിൾമാരുണ്ട്, മൂത്താപ്പന്മാർ? എത്ര ഉണ്ട്? 11 ആൾക്കാരുണ്ട്. 11 മൂത്താപ്പ, 9 മൂത്തമ്മമാരുണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക്. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾക്ക് പാല് കൊടുത്ത വ്യക്തികൾ എത്ര ഉണ്ട്? 3 ആൾ. അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാർ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ഹിജ്റ പോയതപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മക്ക കാലഘട്ടത്തിലെ ജീവിതം, മദീന കാലഘട്ടത്തിലെ ജീവിതം, റസൂലുള്ളാഹിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദീനാണ്. റസൂലുള്ളാഹിയുടെ ജീവിതം അത് ദീനാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും വേണം. നമ്മുടെ വീട്ടുകാരൊക്കെ പഠിപ്പിക്കണം റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച്. അതൊക്കെ അറിയില്ല എങ്കിൽ വളരെ മോശമാണ്. നമ്മുടെ നായകനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ദുനിയാവിൽ പഠിക്കുന്ന ഇൽമുകളെ കൊണ്ടും ദുനിയാവിൽ പഠിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ. കാരണം അത് ദീനാണ്, നമ്മുടെ ജീവിതമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ അതിനെ സംബന്ധിച്ചാണ് ശൈഖ് പറയുന്നത്, ഫഇദാ ഖീല ലക, ഇതിനോടൊരാൾ ചോദിച്ചാൽ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ ഫഖുൽ, നീ പറയണം റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. അല്ലദി, എങ്ങനെയുള്ള റബ്ബ്? റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി, എന്നെയും ഈ മാലോകരം മുഴുവനും പരിപാലിക്കുന്നവനായ റബ്ബ്. ആ റബ്ബാണ് എൻ്റെ റബ്ബെന്ന് നീ വ്യക്തമായിട്ട് പറയണം. വഹുവ മഅബൂദി, അവനാണ് എൻ്റെ ആരാധ്യൻ. ലൈസ ലി മഅബൂദുൻ സിവാഹു, അവനല്ലാത്ത മറ്റൊരു ആരാധ്യൻ എനിക്കില്ല. വദ്ദലീലു ഖൗലുഹു തആല, എന്താണ് തെളിവ്? അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന തെളിവ് എന്താ? അതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. എങ്ങനെയുള്ള അല്ലാഹ്? റബ്ബിൽ ആലമീൻ, മാലോകര മുഴുവനും പരിപാലിക്കുന്നവനായ റബ്ബ്. ആ അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് നീ പറയണം. ശൈഖ് പറയുന്നു, വകുല്ലമാ സിവല്ലാഹി ആലമുൻ വഅന വാഹിദുൻ മിൻ ദാലികൽ ആലം. അത് വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ. വകുല്ലുമാ സിവല്ലാഹി, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം ആലമുൻ, പ്രപഞ്ചങ്ങളാണ്, മഖ്ലൂഖാത്തുകളാണ്. വഅന വാഹിദുൻ മിൻ ദാലികൽ ആലം, ഞാനും ആ ആലമിൽപ്പെട്ട ഒന്ന് മാത്രമാണ്. ഫഇദാ ഖീല ലക ബിമാ അറഫ്ത റബ്ബക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫഇദാ ഖീല ലക, ഒരാൾ നിന്നോട് ചോദിച്ചാൽ, ബിമാ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ സംബന്ധിച്ച് നീ എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെ നിന്റെ റബ്ബിനെ സംബന്ധിച്ച് അറിയുക? ഫഖുൽ, അപ്പോൾ നീ പറയണം, ബിആയാതിഹി വമഖ്ലൂഖാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൊണ്ട്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അതുപോലെ പകലുകളും രാത്രികളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ രാത്രി സമയത്ത് വീട്ടിൻ്റെ മേൽ, ടെറസിൻ്റെ മേലെ കയറി നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കുക, നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് ഒരു കണ്ണോടിക്കുക. രാത്രി നടക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്, അത് രാത്രി മാത്രമേ സംഭവിക്കൂ, പകലതുണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോൾ പൂവുകളൊക്കെ അതിങ്ങനെ വാടും, രാവിലെ ആകുമ്പോൾ അത് ഫ്രഷാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ പ്രപഞ്ചത്തിൽ നടക്കുന്ന, രാത്രി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് രാത്രി മാത്രമേ സംഭവിക്കൂ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ പകലിൽ മാത്രം നടക്കുന്ന ചില പ്രതിഭാസങ്ങൾ ലോകത്തുണ്ട്, അത് രാത്രി ഉണ്ടാവില്ല. അതേപോലെ അശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് ഉദിക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്തും സ്ഥലത്തും വെച്ച് അസ്തമിക്കുകയും ചെയ്യുന്നു. സൂര്യനും ചന്ദ്രനും ഇത് 2 പ്രതിഭാസങ്ങളാണ്. അതേപോലെ തന്നെ ഒമിൻ മഖ്ലൂഖാതിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് അസ്സമാവാതു സബ്ഉ വൽ അർദൂൻ വൽ അർദൂന സബ്ഉ, 7 ആകാശങ്ങളും 7 ഭൂമികളും. വമൻ ഫീഹിൻ, ആ 7 ആകാശങ്ങളിലും 7 ഭൂമികളുള്ള വസ്തുക്കളും. വമാ ബൈനഹുമാ, ആകാശ ഭൂമികൾക്കിടയിലുള്ള സകല വസ്തുക്കളും. ഇതൊക്കെ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കണം, ഇത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചെന്നെത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ
അളമത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ജിബ്രീലിനെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടു, നേരിട്ട് കണ്ടു, ജിബ്രീലിൻ്റെതായ കോലത്തിൽ. അന്ന് ജിബ്രീലിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ഒരു ചിറക് പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. ആലോചിക്കണം, ഒരു ചിറക്. അങ്ങനെ 600 ചിറകുള്ള ജിബ്രീൽ. വേറൊരു പ്രാവശ്യം പറഞ്ഞ ജിബ്രീലിനെ കണ്ടപ്പോൾ ജിബ്രീൽ ആകാശത്ത് ഇങ്ങനെ കുറിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ആകാശം മുഴുവൻ ജിബ്രീൽ ഉണ്ടായിരുന്നു. അത്ര വലുത, ഭീമാകാരമാണ്. അങ്ങനെയുള്ള കോടാനുകോടി മലക്കുകൾ അല്ലാഹുവിനുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിക്കും. പിന്നീട് അവർ ഇറങ്ങൂല. അങ്ങനെ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ബൈത്തുൽ മഅമൂർ എത്ര വലുതായിരിക്കും? ഈ 600 ചിറകുകൾ ആകാശം മുഴുവനുള്ള മലക്കുകളെപ്പോൾ 70,000 മലക്കുകൾ ഓരോ ദിവസം പ്രവേശിക്കുന്നു. ആലോചിച്ച് നോക്കണം അള്ളാന്റെ അദമത്ത്. അതുപോലെ അള്ളാഹു പറഞ്ഞു അർശിനെയും കുർസിനെയും സംബന്ധിച്ച്. അത് അർശിനെ സംബന്ധിച്ച് കുർസിനെ നോക്കുമ്പോൾ കുർസ് എന്നുള്ളത്, കുർസ് എന്ന് പറഞ്ഞാൽ അറിയാം, അർശ് എന്ന് പറഞ്ഞാൽ അറിയാം. അർശ് എന്ന് പറഞ്ഞാൽ മലയാളം ഭാഷ പറയുന്നത് സിംഹാസനം. അതേപോലെ തന്നെ കുർസ് എന്ന് പറഞ്ഞാൽ റഹ്മാൻ, അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന സ്ഥലം. ഇങ്ങനെയാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ കുർസിനെ സംബന്ധിച്ച് പറഞ്ഞത് വലിയ ഈ ലോകം മുഴുവനും അതിന്റെ ഒരു മധ്യത്തിൽ ചെറിയൊരു മോതിരത്തിന്റെ കഷ്ണം വെച്ച് എങ്ങനെ ഉണ്ടാവും? ഈ ലോകത്തിൽ മുഴുവനും ചെറിയൊരു മോതിരം വെച്ച അതേപോലെയാണ് അർശിനെ സംബന്ധിച്ച് കുർസിന്റെ വലിപ്പം. അപ്പൊ അർശിന് വലിപ്പം എത്രയായിരിക്കും അല്ലേ? ഇത്ര ഭീമാകാരമാണ്. ഈ അർശിനെ ചുമക്കുന്ന മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് 70,000 മലക്കുകളാണ് അർശ് ഒരു ഭാഗം ചുമക്കുന്നത്. ഇത്ര അജീബായ, അത്ഭുതകരമായ, അദീമായ അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിന്റെ വലിപ്പത്തെ സംബന്ധിച്ച്, അളമത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അള്ളാഹു ഓരോ ആയത്തുകൾ എടുത്തു പറയുന്നത്. ഈ ആകാശഭൂമികളെ സംബന്ധിച്ചും സൂര്യചന്ദ്രങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പറയുന്നത് അതിൻ്റെ ഓരോ ദലീലാണ്, തെളിവുകളാണ്. അതിൽ ഇൻഷാല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ആവർത്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും അമലിലും അതേപോലെ സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘിപ്പിക്കുന്നില്ല, ഇൻഷാല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ലായ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹിനെ സംബന്ധിച്ച് അറിയുക, ദീനിനെ സംബന്ധിച്ച് അറിയുക, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് അറിയുക. ഇൻഷാല്ലാഹ് അത് വരുന്ന ക്ലാസ്സുകളിൽ ഇത് വിശാലമായി ഇൻഷാല്ലാഹ് അത് പഠിക്കും. അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.